Abba love and cookie stories. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു കുഞ്ഞിപ്പിടി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മലബാറുകാരുടെ ഒരു പഴയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പാണ് ഞാൻ ആദ്യം തന്നെ മാറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 1.5 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊരു 3-4 തവണ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ആ ചെറുപയർ പരിപ്പിനൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. ആ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടുന്ന രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 4 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി അതിൻ്റെ ആ തരികളുണ്ടല്ലോ അത് മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പൊടിയായിട്ടിട്ട് കൊടുക്കണ്ട. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ പായസത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഇതിനെ ഒരു 4 വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ഈ സമയം തന്നെ ശർക്കര മെൽറ്റാക്കാനും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വലിയ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 3 അച്ച് ശർക്കര, അതിലോട്ട് ഇത് മെൽറ്റാകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതേസമയം തന്നെ ഞാൻ വേറൊരു അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനൊരു 3/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്, നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതൊരു 2 സെക്കൻഡ് നേരം ഒന്ന് വെച്ച് വേകാനായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ അധികം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളിതിനെ വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ അധികം വെള്ളം ചേർക്കാതെ നല്ലൊരു ഡോ ആയിട്ട്, ടൈറ്റ് ഡോ ആയിട്ട് വേണം നമ്മളിതിനെ വാട്ടിയെടുത്ത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനും ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉടഞ്ഞു പോകാതെ നിൽക്കാനും നല്ലതാണ് കേട്ടോ. ഈ ഒരു രീതിയിലുള്ളൊരു ഡോ ആയി കിട്ടിയാൽ ഇനി നമുക്ക് ഈ ഡോയിനെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പിടിയായിട്ട് എടുത്ത് മാറ്റി വെക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിടി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. ചെറുതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞിപ്പിടി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇതേ രീതിയിൽ തന്നെ ഇവിടെ ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു വലിയൊരു തേങ്ങ ആവശ്യമുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പാല് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാല് 1-ാം പാലും 2-ാം പാലും ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് നമുക്കിതിനെ ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതേസമയം തന്നെ ഞാൻ 1/2 ലിറ്റർ പാല് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ 1/2 ലിറ്റർ പാലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് പശുവിൻ പാലാണ്. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്കറൊന്ന് ഓപ്പൺ ആക്കിയെടുക്കുക. ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കർ ഓപ്പൺ ആക്കിയെടുത്ത് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കാത്തത് കാരണം തന്നെ നമുക്കിതൊരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കൂടുതൽ ഉടഞ്ഞു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരെ ഈ ചെറുപയർ പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ പാലും ചെറുപയർ പരിപ്പും കൂടിയിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പാല് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ചെറുപയർ പരിപ്പ് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാത്ത പക്ഷം പിന്നീട് പാലിന് വേകാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 3 കപ്പ് അളവിൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതിനെ മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ ആ കൺസിസ്റ്റൻസിയൊക്കെ ഈ സമയത്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത് കേട്ടോ.
അതായത് ചില ആൾക്കാർക്ക് പായസം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാവും ആവശ്യമുണ്ടാവുക, ചിലവർക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എന്നാലും പഞ്ചസാരയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മധുരം നമ്മൾ ശർക്കര ഉപയോഗിക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. ഈ നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തത് ഇതേ സമയം തന്നെ ഇതിലോട്ടായിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും മധുരം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലോട്ട് പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ശർക്കര ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ ഇത് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഈ ശർക്കര രണ്ടും കൂടി മിക്സാക്കി എടുക്കുന്ന പായസത്തിന് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് മുഴുവനായിട്ട് ഇതേ സമയം തന്നെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നല്ല രീതിയിൽ തന്നെ തിള വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പിടി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഓരോ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അതേ സമയം തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇത് നന്നായിട്ട് വീണ്ടും നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതെല്ലാ ഭാഗത്തോട്ടും പതുക്കെ മിക്സാക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത അതേ ടൈമിൽ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ പൊടി കുഴക്കുന്ന സമയത്ത്, അതായത് പൊടി നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ കുഞ്ഞിപ്പിടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതൽ ഇളക്കി കൊടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വീണ്ടും നല്ല രീതിയിലൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തന്നെ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പായസം ഒന്ന് താളിച്ച് വെച്ച് കൊടുക്കാം. അതായത് നമുക്കൊന്ന് വറുത്ത് വെച്ച് കൊടുക്കാം, അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കൂടുതലായിട്ട് ബ്രൗൺ കളറായി കിട്ടേണ്ട. ഇനി നമുക്കിതിലോട്ട് കുറച്ചധികം റൈസിൻസ് കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമുക്ക് നേരെ പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ എന്ത് തരത്തിലുള്ള പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ വറുത്തൊഴിക്കുന്ന സമയത്ത് ഈ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരും അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്കിത് എല്ലാ ഭാഗത്തോട്ടും ഈ നെയ്യെല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ആവിയെല്ലാം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നത്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ആ ഒരു ലുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ലൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്